വാർത്തകൾ തുടരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യാപാരത്തിനിടെ ഓഹരി വിപണിയിൽ കുതിപ്പ്. BSE സെൻസെക്സ് 1000-ലധികം പോയിന്റ് മുന്നേറി. സെൻസെക്സ് 78,000 കടന്ന് മുന്നേറുമ്പോൾ നിഫ്റ്റി 23,500 എന്ന സൈക്കോളജിക്കൽ ലെവലിലും മുകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത നഷ്ടം നേരിട്ട ഓഹരി വിപണി ഇന്ന് തിരിച്ചു കയറാൻ 3 കാരണങ്ങളാണ് വിപണി വിദഗ്ധർ വിശദീകരിക്കുന്നത്. നിഫ്റ്റി സൂചികയിലെ കമ്പനികളുടെ ഓഹരികൾ അമിതമായ വിറ്റഴിക്കലിന് വിധേയമായി എന്ന വിലയിരുത്തലാണ് ഓഹരി വിപണിയുടെ തിരിച്ചുവരവിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം അവസ്ഥകളിൽ ഹ്രസ്വകാലത്തേക്ക് എങ്കിലും ഒരു കുതിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. തിങ്കളാഴ്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 1403.40 കോടിയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപകർ ഇതിലധികം വാരിക്കൂട്ടി. അതായത് 2330.56 കോടി രൂപയുടെ ഓഹരികളാണ് ഇന്നലെ വാങ്ങിയത്. FII വിൽപ്പനയേക്കാൾ ആഭ്യന്തര നിക്ഷേപകരുടെ വാങ്ങൽ ഗണ്യമായി ഉയരുന്നത് ശക്തമായ ആഭ്യന്തര പിന്തുണയെ സൂചിപ്പിക്കുന്നതാണ്. ഇതും വിപണിയുടെ തിരിച്ചുവരവിന് കാരണമായി. ഏഷ്യൻ സ്റ്റോക്കുകൾ ഉയരുന്നതും US ബോണ്ടിൽ നിന്നുള്ള ആദായം കുറയുന്നതും ഡോളർ ദുർബലമാകുന്നതുമാണ് മറ്റൊരു കാരണം. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് നിയമനങ്ങൾക്കായി കാത്തിരിക്കുകയും ഫെഡറൽ റിസർവിന്റെ നയമാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നതും ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ 4 വർഷം നടത്തിയ പഠനത്തിൽ ദിവസവും മുട്ട കഴിക്കുന്ന പ്രായമായ സ്ത്രീകളിൽ സെമാന്റിക് മെമ്മറി, വെർബൽ ഫ്ലുവൻസി എന്നിവ മികച്ചതാണെന്ന് കണ്ടെത്തി. മുട്ടയിൽ അടങ്ങിയ കോളിൻ സംയുക്തം തലച്ചോറിന്റെ പ്രവർത്തനം, ഓർമ്മശക്തി, മസ്തിഷ്ക കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എന്നിവ മികച്ചതാക്കും. കൂടാതെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളായ B6, B12, ഫോളിക് ആസിഡ് എന്നിവ മസ്തിഷ്കം ചുരുങ്ങുന്നതും വൈജ്ഞാനിക തകർച്ച കുറയ്ക്കാനും സഹായിക്കും. 55 വയസ്സിന് മുകളിൽ പ്രായമായ 890 ആളുകളാണ് പഠനത്തിന്റെ ഭാഗമായത്. ഇതിൽ 357 പുരുഷന്മാരും 533 സ്ത്രീകളും ഉൾപ്പെടുന്നു. എന്നാൽ പുരുഷന്മാരിൽ മുട്ട കഴിക്കുന്നതുകൊണ്ട് വൈജ്ഞാനിക തകർച്ച പരിഹരിക്കുന്നതായി കണ്ടെത്താനായില്ലെന്നും ജേർണൽ ന്യൂട്രിയന്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകളുടെ മറവി രോഗം കുറയ്ക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ് മുട്ടയെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ഡോണ ക്രിസ് സിൽവർസ്റ്റീൻ പറയുന്നു. സ്ത്രീകളിൽ ഓസ്റ്റിയോപൊറോസിസിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന അവശ്യ പ്രോട്ടീനും മുട്ട നൽകുന്നുവെന്ന് മുൻ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ, വിറ്റമിൻ B12, ഫോസ്ഫറസ്, സെലിനിയം എന്നിവയാൽ സമ്പന്നമാണ് മുട്ട. മുട്ടയിൽ അടങ്ങിയ വിറ്റമിൻ A, വിറ്റമിൻ B12, സെലിനിയം എന്നിവ രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് പ്രധാനമാണ്. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KVB ബിഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ആൻഡു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എന്നോ കുര്യച്ചൻ, ജസ്റ്റി ദേവസി, സിനി മാത്തച്ചൻ, അംഗങ്ങളായി ബിജു പാലാട്ടി, ജയ രാധാകൃഷ്ണൻ, ലൈജു ആൻഡു, CG ജിജു, ICDS സൂപ്പർവൈസർ ജെസ്സി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നു. ശ്രീമതി ജസ്റ്റി ദേവസിക്കുട്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സിനി മാത്തച്ചൻ, ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ലാലി ആൻഡു, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ ബിജു പാലാട്ടി അവർ, മുൻ വൈസ് പ്രസിഡന്റുമാരായ ശ്രീമതി ജയ രാധാകൃഷ്ണൻ, ശ്രീമതി ലൈജോ ആൻഡു, ICDS സൂപ്പർവൈസർ ശ്രീമതി ജെസ്സി, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രചോദനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞ വർഷം ഈ കലാമേളയിൽ ഉണ്ടായിരുന്ന കൊച്ചുറാണി സേവ്യർ ഇന്ന് ഇല്ല. അപ്പോൾ നമുക്ക് അവരോടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് 1 മിനിറ്റ് മൗന പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. ശ്രീമതി ജസ്റ്റി ദേവസിക്കുട്ടി,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സിനി വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമാണ് ഭിന്നശേഷി സമൂഹം. ഈ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വേദി ഒരുങ്ങുകയും അവരെ സമൂഹത്തിന്റെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭിന്നശേഷി ഏറ്റവും ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവം നടത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തെയാണ് തിരഞ്ഞെടുത്തത്. അവരെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഭരണകൂടം തന്നെയാണ് നമ്മുടെ സംസ്ഥാനം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി. അങ്കമാലി അത്താണിയിൽ വാഹനാപകടം, യുവതി മരിച്ചു. കോതകുളങ്ങര സ്വദേശി 30 വയസ്സുള്ള വിദ്യയാണ് മരിച്ചത്. അത്താണി ഭാഗത്തു നിന്ന് ആലുവ ഭാഗത്തേക്ക് ഭർത്താവ് വിനയനാർ നമ്പീശനുമൊത്ത് ബൈക്കിൽ വരുമ്പോഴാണ് അപകടം. മറ്റൊരു വാഹനത്തിൽ തട്ടിയ ശേഷം പുറകെ വന്ന ടാങ്കർ ലോറികൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയുന്നു. 37 വയസ്സുള്ള ഭർത്താവ് വിനയന് കാര്യമായ പരിക്കില്ല. രാവിലെ 8-നായിരുന്നു അപകടം. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് ദേശീയ പ്രസിഡന്റുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 107ാമത് ജന്മദിനാഘോഷം INTUC മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കുഭാഗം ജംഗ്ഷനിൽ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡേവിസ് മണവാളൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോസൻ വി ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷൈബി പാപ്പച്ചൻ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലക്സ് ആൻഡു, കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഡേവിസ് ചൂരമന, വാർഡ് പ്രസിഡന്റ് ജോയ് അറയ്ക്ക എന്നിവർ പ്രസംഗിച്ചു. തിരുനാളിന് മുന്നൊരുക്കമായി നടക്കുന്ന നൊവേന ആരംഭിച്ചു. ദിവസവും വൈകിട്ട് 6-ന് ദിവ്യബലി, പ്രസംഗം, നൊവേന, ലതീഞ്ഞ എന്നിവ ഉണ്ടാകും. 24-ന് വൈകിട്ട് 5:30-ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, നൊവേന, ലതീഞ്ഞ. 26-ന് വൈകിട്ട് 5:30-ന് പ്രസിദ്ധി വാഴ്ച, വിശുദ്ധ കുർബാന, പ്രസംഗം, നൊവേന, സാൽവെ, ലതീഞ്ഞ. തുടർന്ന് കപ്ലോൻ വികാരി വാഴ്ച. 27-ാം തീയതി രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന. വൈകിട്ട് 4:30-ന് രൂപം എഴുന്നള്ളിക്കൽ. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. തിരുനാൾ ദിനമായ 28-ന് രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന. 9:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. തുടർന്ന് തിരുനാൾ പ്രസംഗം, പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. വൈകിട്ട് 6-ന് ദിവ്യബലി. തുടർന്ന് രൂപം എടുത്തുവയ്ക്കും. കുറ്റിച്ചിറ നമോ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം ബുധനാഴ്ച നടക്കും. കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ നടത്തുന്ന ദേശവിളക്ക് മഹോത്സവത്തിന് തന്ത്രി ഹരിഹരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4-ന് ശാസ്താംപാട്ട്, 6-ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, 7:30-ന് ദീപാരാധന, 8:30-ന് അന്നദാനം, 10:30-ന് എഴുന്നള്ളിപ്പ്, 11:30-ന് അയ്യപ്പൻ വാവർ അംഗം എന്നിവയാണ് പരിപാടികൾ. അയ്യപ്പൻ വിളക്കിന്റെ ഒരുക്കങ്ങൾ പൂർത്തി ആയതായി ഭാരവാഹികൾ അറിയിച്ചു. വികസന കാര്യത്തിൽ മോതിരക്കണ്ണിക്കാർ എന്നും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ADSന്റെ ബിരിയാണി ചലഞ്ച്. ദേശീയ ആട്ടിപ്പാട്ടി ചാമ്പ്യൻഷിപ്പിൽ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം.